കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പവഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ല് വന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപട അവനിക്ക് കൊള്ളും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ തലകെട്ട് കെട്ടി ഈ ഹയവാൻ എന്തൊക്കെയായി പറയണത്? അള്ളാഹുവിൻ്റെ ഷർഫാക്കപ്പെട്ട നാമം യാദൽ ജലാലി വല്ലിക്ര എന്നും പറഞ്ഞിട്ട് ഇതെങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ മുസലിയാക്കന്മാരെ തള്ളേ വീരന്മാരെ കത്തിയൊന്നും കൂടാതെ 100 ആളെ കൊന്നോവർ എന്ന പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഈ തരത്തിലുള്ള വൃത്തികെട്ട കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അള്ളാഹിൻ്റെ ഷർഫാക്കപ്പെട്ട നാമം ഇത് പല ആളുകളും കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഷർഫാക്കപ്പെട്ട ഏതെങ്കിലും നാമം എടുത്തിട്ട് ഇങ്ങനെ ഒലത്തിക്കഴിഞ്ഞാൽ അവിടെ ആൾ മരിച്ചു വീഴും എന്നൊക്കെ പറയുന്ന ഇതുപോലെയുള്ള ആളുകൾ ഇവരെന്താണ് ഈ ഉമ്മത്തിന് നൽകുന്ന സന്ദേശം? പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചെലവിൽ ഇങ്ങനെ തന്നെ പറയണം, നമ്മുടെ ചെലവിൽ ഉണ്ടുറങ്ങിക്കഴിയുന്ന ഈ ആളുകൾ വെള്ളയും വെള്ളയിട്ടിട്ട് അതിൽ വേർപ്പ് പൊടിയാതെ ചെളിയാവാതെ അവർക്ക് നേരാനേരം മൃഷ്ടാനമുണ്ണുവാനുള്ള വകുപ്പ് നമ്മൾ സംവിധാനിച്ചിട്ട് ഈ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്കല്ലേ ഇവർ കൊണ്ടുപോയി ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. യാദൽ ജലാലി വല്ലിക്റ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മരിച്ചു വീഴാത്രേ. അള്ളാൻ്റെ നാമം ചൊല്ലിയിട്ട് ആരെങ്കിലും കൊല്ലാനാണോ? ആണോ? നമുക്ക് ആരെയും കൊല്ലുവാൻ അനുവാദമില്ല. നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മെ ജീവിക്കുവാൻ അനുവദിക്കാതെ നമ്മെ ഉപദ്രവിക്കുന്ന ഒരു ജനക്കൂട്ടത്തോട് പ്രതിരോധിക്കുവാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു ശത്രുവിനെ നമുക്ക് വ്യക്തിപരമായി കൊണ്ട് കൊല്ലുവാൻ അനുവാദമില്ല. മൊയ്ന്ത് മൂല്യരെ, നിങ്ങളിങ്ങനത് പറഞ്ഞു നടക്കുമ്പോൾ ഇത് മറ്റു ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇതങ്ങനെ യാദൽ ജലാലി വല്ലിക്റാം ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ ആളുകളെ കൊല്ലാൻ കഴിയും, ശത്രുക്കളെ കൊല്ലാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് കിതാബിലാണ് നമുക്ക് മനുഷ്യരെ കൊല്ലുവാൻ? ഇപ്പോൾ ഒരു ഇസ്ലാമിക ശരീഅത്ത് അത് നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടമുള്ള ഒരു രാഷ്ട്രത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരീഅത്ത് നിയമപ്രകാരം അത് അവർക്ക് ചെയ്യാം. അതിന് യാദൽ ജലാലി വല്ലിക്റാം ചൊല്ലിയിട്ട് ഇങ്ങനെ കാട്ടി അവിടെ മരിച്ചു വീണ സിസ്റ്റം ഒന്നുമല്ല. അത് അവർ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഡെമോക്രസിയാണ് വാഴുന്നത്. ഇവിടെ നമുക്കാരെയും കൊല്ലാൻ അനുവാദമില്ല. നമ്മൾ ആരെയും കൊല്ലാൻ തുനിയാനും പാടില്ല. നമ്മളിങ്ങനെ വലത്തിയിട്ട് കൊല്ലും എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ തരത്തിലുള്ള വൃത്തികെട്ട വിവരക്കേടുകൾ പാടി നടക്കൽ ഒന്നും നിർത്തിൻ്റെ പൊന്നാര ജാഹ്ലിയങ്ങളെ. നിങ്ങൾക്ക് 4 അക്ഷരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിച്ചത് പറഞ്ഞു കൊടുക്കുകയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ തലയിൽ കെട്ടിയത് തൊള്ളി തിരികിട്ട് മുണ്ടാണ്ടിരിക്കുകയും അതാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഷർഫാക്കപ്പെട്ട നാമങ്ങൾ അത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള പോയത്തക്കാരായ പൊറട്ട കെട്ടുകാരുടെ പിന്നാലെ നടന്നിട്ട് അവരുടെ ജൽപ്പനങ്ങളും കേട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കാതിരിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോയിലേക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴികളിലൊന്നായി നമ്മെ അറിയിച്ച കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇസ്മാഉൽ ഹുസ്ന പഠിക്കുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് 99 നാമങ്ങളുണ്ട്. 100 ഇല്ല വാഹിദ. 100-ൽ നിന്ന് ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ 99 നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സ്വയം തിരഞ്ഞെടുത്തവയായി ഉണ്ട്. അള്ളാഹുവിന് ആകെ 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അവൻ തിരഞ്ഞെടുത്ത, അവൻ പ്രത്യേകമായി മാറ്റിവെച്ച ഖുർആനിലൂടെയും ഹദീസിലൂടെയും അറിയിച്ച 99 നാമങ്ങളുണ്ട്. അതല്ലാത്ത പേരുകളും അള്ളാഹുവിനുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ ഇഹ്സാ നടത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ നടത്തുക എന്ന് പറഞ്ഞാൽ, അവ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അദ്ദുഹ, അള്ളാഹുവിൻ്റെ പേരുകൾ അവ എണ്ണി പഠിക്കുക എന്നതാണ്.
ഏതെല്ലാമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ, ഈ 99 നാമങ്ങൾ ഏതെല്ലാമാണ് എന്നത് പഠിക്കുക. ഉദാഹരണത്തിന് അള്ളാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ മാലിക്, ഇങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ നാമങ്ങൾ അവയുടെ അർത്ഥം പഠിക്കലാണ്, അവയുടെ ഉദ്ദേശം മനസ്സിലാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അവയുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് അള്ളാഹ് എന്നതിൻ്റെ അർത്ഥം, എന്താണ് അർ റഹ്മാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മളിൽ ചില ആളുകൾ ധരിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യം, റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി, ഹൈ എന്ന് പറഞ്ഞാൽ എന്നു ജീവിച്ചിരിക്കുന്നത്, ഖയ്യൂം എന്ന് പറഞ്ഞാൽ നിയന്താവ്. അങ്ങനെയല്ല. മലയാളത്തിൽ ലഭ്യമായ പദങ്ങളിൽ ഈ പറഞ്ഞ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്ന, അതിൽ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പദം മാത്രമാണ് ഇവയല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരർത്ഥം പരമകാരുണ്യകൻ എന്നല്ല, മറിച്ച് കേവലം ഒരു മലയാള പദത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം, അത് പഠിക്കണം. എന്തിനധികം അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ആ നാമങ്ങൾക്ക് സമാനമായ പദങ്ങൾ അറബി ഭാഷയിൽ പോലുമില്ല. പിന്നെയല്ലേ മലയാളത്തിൽ. അറബിയിൽ പോലും റഹ്മാൻ എന്ന പദത്തിന് സമാനമായി മറ്റൊരു പദമില്ല, റഹീം എന്നതിന് സമാനമായി മറ്റൊരു പദമില്ല. അതിന് നേരെ പര്യായമെന്ന് പറയാവുന്ന ഒരു പദം വേറെയില്ല. അള്ളാഹുവിൻ്റെ പേരുകൾ എണ്ണി പഠിക്കുക, അവയുടെ ഉദ്ദേശം മനസ്സിലാക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ നാമങ്ങൾ അവ കൊണ്ട് ദുആഉഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്യുക. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിനെ ഈ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പദങ്ങൾ, ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അവ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഖുൽ ഇദ്ഉല്ലാഹ ഔ ഇദ്ഉർ റഹ്മാൻ അയ്യമാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അള്ളാഹ് എന്നോ റഹ്മാൻ എന്നോ വിളിച്ചുകൊള്ളുക, നിങ്ങൾ എന്തിൽ വിളിച്ചാലും അള്ളാഹുവിനാകുന്നു ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്, ആ പേരുകൾ കൊണ്ട് നിങ്ങൾക്ക് അവനെ വിളിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ഏതാണെന്ന് പഠിക്കുക, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക, ആ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, ഈ നാമങ്ങൾ കൊണ്ട് ജീവിക്കുക. എങ്ങനെയാണ് ഈ നാമങ്ങൾ കൊണ്ട് ജീവിക്കുക? അള്ളാഹു റഹ്മാനാണ്, നീ റഹ്മത്തുള്ളവനായി തീരുക. അള്ളാഹു കാരുണ്യമുള്ളവനാണ്, നീ ജനങ്ങളോട് കാരുണ്യം കാണിക്കുക. അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് കരുണ ചൊരിയുക ആർക്കാണ്? ജനങ്ങളോട് കരുണ കാണിക്കുന്നവർക്കാണ്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു റഫീഖാൻ, അവൻ റിഫ്ഖ് ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ തയ്യിബുൻ, അവൻ പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ അഫൂവാൻ, വിട്ടുകൊടുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീ മാപ്പ് നൽകുക. ഇങ്ങനെ അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നാണ്. നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഈ നാമങ്ങളുടെ സ്വാധീനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നാമങ്ങൾ ഏതാണെന്ന് പഠിക്കുക. രണ്ട്, അവയുടെ ഉദ്ദേശം മനസ്സിലാക്കുക. മൂന്ന്, അവ കൊണ്ട് ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥിക്കുക, തേടുക, അതോടൊപ്പം അവയനുസരിച്ച് അവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ചില ദർസുകളിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ വിശദീകരണങ്ങൾ അവ ഒരു ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം. ഈ ഗ്രന്ഥം മുഖ്തസറു ഫിഖ്ഹി അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഗ്രന്ഥമാണ്. മസ്ജിദുൻ നബവിയിൽ നിലവിൽ അവിടെ ദർസ് നടത്തുന്ന, അവിടെ പഠിപ്പിക്കുന്ന, അവിടെയുള്ള പണ്ഡിതന്മാരിൽ ഏറെ പ്രസിദ്ധനായ, സ്വഭാവം കൊണ്ടും മര്യാദകൾ കൊണ്ടുമെല്ലാം മതവിദ്യാർത്ഥികൾക്കിടയിൽ പരിചിതനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണിത്. നിങ്ങൾക്കിത് ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയാൽ ഫ്രീ ആയി ലഭിക്കും. ഈ ഗ്രന്ഥമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതിനു വേണ്ടി വായിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പുസ്തകം ഇത് ഒരു
സംക്ഷിപ്ത രൂപമാണ്. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു പുസ്തകമായിരുന്നു, അത് അദ്ദേഹം ചുരുക്കിയതാണ്. ഒന്നാമത്തെ പേര് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാമത് അദ്ദേഹം നൽകിയിട്ടുള്ളത് അള്ളാഹ് എന്ന പേരാണ്. അദ്ദേഹം പറയുന്നു വഹുവ ഇസ്മുൻ അളീമുൻ മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന. അള്ളാഹുവിന്റെ നാമങ്ങളിൽ അതിമഹത്തരമായ പേരാണ് അള്ളാഹ് എന്ന പേര്. വഹുവ അക്സറു അസ്മാഇല്ലാഹിൽ ഹുസ്ന വുറൂദൻ ഫിൽ ഖുർആനിൽ കരീം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള പേര് അള്ളാഹ് എന്ന പേരാണ്. ഏറ്റവും അധികം 2000-ലധികം തവണ അത് വന്നിട്ടുണ്ട്. ഫഖദ് വറദ ഫിൽ ഖുർആനി അക്സർ മിൻ 2200 മറ. 2200-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹ് എന്ന പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. വഹാദാ മാ ലം യഖഅ ലിസ്മിൻ ആഖർ. അള്ളാഹുവിന്റെ ഒരു പേരും ഇതുപോലെ ഖുർആനിൽ വന്നിട്ടില്ല. വഖദ് ഇഫ്തതഹ അല്ലാഹു ജല്ല വഅല ബിഹി 33 ആയ. ഖുർആനിലെ 33ഓളം ആയത്തുകൾ ഈ നാമം കൊണ്ടാണ് അള്ളാഹു ആരംഭിച്ചിരിക്കുന്നത്. ഖുർആനിലെ 33 ആയത്തുകൾ അള്ളാഹു ആരംഭിച്ചിരിക്കുന്നത് അള്ളാഹ് എന്ന പേര് കൊണ്ടാണ്. وذكر جماعة من أهل العلم أنه اسم الله الأعظم الذي إذا دعي به أجاب وإذا سئل به أعطى. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു പേരുണ്ട്, ഇസ്മുല്ലാഹിൽ അഅ്ദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച പേരാണ്. ആ പേരിനൊരു പ്രത്യേകതയുണ്ട്, ഇദാ ദുഇയ ബിഹി അജാബ്. ആ പേര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅത. ആ പേര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവനത് നൽകും. അങ്ങനെ പറയപ്പെട്ടിട്ടുള്ള ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിന്റെ അതിമഹത്തരമായ ആ നാമം, അത് ഈ പേരാണ് എന്ന് ഉലമാക്കളിൽ ധാരാളം പേർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് എന്ന പേരാണ്. ولهذا الاسم خصائص وميزات اختص بها. ഈ നാമത്തിന് ഇതിനെ പ്രത്യേകമാക്കുന്ന അനേകം പ്രത്യേകതകൾ ഈ പേരിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ നോക്കൂ, ദിക്റുകൾ, അദ്കാറുകൾ, അവയിലെല്ലാം ഈ പേരാണ് കൂടുതലും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനഹ അല്ലാഹ്, അൽഹംദു ലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്കാറുകളിൽ പൊതുവെ ഈ പേരാണ് ഉണ്ടായിരിക്കുക. അള്ളാഹുവിന്റെ അതിമഹത്തരമായ നാമമാണ് ഈ നാമം. منها أنه الأصل لجميع أسماء الله الحسنى. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളുടെയും അടിത്തറ അള്ളാഹ് എന്ന ഈ പേരാണ്. وسائر الأسماء مضافة إليه. അള്ളാഹുവിന്റെ എല്ലാ പേരുകളും മറ്റ് നാമങ്ങളെല്ലാം ഈ പേരിലേക്കാണ് ചേർത്തി പറയുക. قال الله تعالى ولله الأسماء الحسنى. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അതെ, എല്ലാ പേരുകളും അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടേ പറയുള്ളൂ. അള്ളാഹു എന്ന പേര് മറ്റൊരു നാമത്തിലേക്ക് ചേർത്തി പറയില്ല. ഒരിക്കലും ഖുർആനിൽ നിങ്ങൾ കാണില്ല റഹ്മാനിന്റെ പേരാണ് അള്ളാഹു എന്ന് പറയില്ല. മറിച്ച് അള്ളാഹുവിന്റെ പേരാണ് റഹ്മാൻ എന്നേ പറയും. എല്ലാ നാമങ്ങളും അള്ളാഹുവിലേക്കാണ് ചേർത്തുക, തിരിച്ചുണ്ടാവുകയില്ല. വഹുവ മുസ്തൽസിമുൻ ലിജമീഇ മആനി അൽ-അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന്റെ എല്ലാ പേരുകളുടെയും അർത്ഥം ഉൾക്കൊള്ളുന്ന നാമമാണ് അള്ളാഹ് എന്ന പേര്. എല്ലാ പേരുകളും ഈ പേരിലുണ്ട്. മറ്റെല്ലാ നാമങ്ങളുടെയും അർത്ഥം അവ ഉൾക്കൊള്ളുന്ന, അവയിലേക്ക് സൂചന നൽകുന്ന നാമമാണ് അള്ളാഹ് എന്ന പേര്. ദാലുൻ അലൈഹ ബിൽ ഇജ്മാൽ. അള്ളാഹ് എന്ന പേര് മറ്റെല്ലാ നാമങ്ങളെയും ചുരുങ്ങിയ രൂപത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. والأسماء الحسنى تفصيل وتبيين لصفات الإلهية التي هي صفات الجلال والكمال والعظمة. അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഭംഗിയും അവന്റെ പരിപൂർണതയും അറിയിക്കുന്ന അള്ളാഹുവിന്റെ മറ്റു വിശേഷണങ്ങളെല്ലാം അള്ളാഹ് എന്ന പേരിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഉദാഹരണത്തിന്, എന്താണ് അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം? ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത് പോലെ അള്ളാഹു ഇബാദത്തിന് അർഹനാണ് എന്നാണ്. ഇബാദത്തിന് അർഹനാരാണ്? മറ്റ് നാമങ്ങളെല്ലാം ഇബാദത്തിന് അർഹതയുള്ളവന്റെ വിശേഷണങ്ങൾ വിവരിക്കുന്നതാണ്. ഉദാഹരണത്തിന് സമീഅ്, എല്ലാം കേൾക്കുന്നവൻ, അത് ആരുടെ വിശേഷണമാണ്? ഇബാദത്തിന് അർഹതയുള്ളവന്റെ വിശേഷണമാണ്. അൽ ബസീർ, എല്ലാം കാണുന്നവൻ, അത് ആരുടെ വിശേഷണമാണ്? ഇബാദത്തിന് അർഹതയുള്ളവന്റെ വിശേഷണം. അതുകൊണ്ടാണ് അള്ളാഹ് എന്ന നാമത്തിന്റെ വിശദീകരണമാണ് മറ്റെല്ലാ നാമങ്ങളും. സമീഅ്, ബസീർ, ഹയ്യ്, ഖയ്യൂം, എല്ലാ നാമങ്ങളും അള്ളാഹ് എന്നതിന്റെ വിശദീകരണമാണ്. وأجمع وأحسن ما قيل في معناه ما ورد عن ابن عباس رضي الله عنهما أنه قال. അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം വിശദീകരിച്ച വാക്കുകളിൽ ഏറ്റവും പരിപൂർണമായ, ഏറ്റവും വിശാലമായ വിശദീകരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് ദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യത്തി അലാ ഖൽഖിഹി അജ്മഈൻ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യങ്ങൾ ഉള്ളവനാണ്.
ഒന്ന് ദുൽ ഉലൂഹിയ, അവൻ ആരാധനകൾക്ക് അർഹതയുള്ളവനാണ്. രണ്ട് ദുൽ ഉബൂദിയ, അവൻ സർവ്വ സൃഷ്ടികളും ആരുടെ അടിമയാണോ അവനാണ് അള്ളാഹ്. രണ്ടർത്ഥങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? സർവ്വ ആരാധനകൾക്കും അർഹതയുള്ളവൻ എന്നാണ് അള്ളാഹ് എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ട്, സർവ്വരും ആരുടെ അടിമയാണോ അവനാണ് അള്ളാഹ്. ഈ രണ്ടും അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥമാണ്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. പലർക്കും അള്ളാഹ് എന്ന പേര് അർത്ഥം ചോദിച്ചാൽ അറിയില്ല. ഇതാണ് എൻ്റെ അർത്ഥം. ഒന്നെന്താണ്? ദുൽ ഉലൂഹിയ, അവനാണ് സർവ്വ ആരാധനകൾക്കും അർഹതയുള്ളവൻ, അത് അവന്റെ വിശേഷണമാണ്. രണ്ട്, സർവ്വരും ആരുടെ അടിമയാണോ അവനാണ് അള്ളാഹ്. അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. റവാഹു ഇബ്നു ജരീർ ഫി തഫ്സീർ, ഇബ്നു ജരീർ അത്തബറി അദ്ദേഹം തന്റെ തഫ്സീറിൽ ഈ പറഞ്ഞ ഇബ്നു അബ്ബാസിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. أي الذي له أوصاف الجلال والكمال والعظمة التي استحق لأجلها أن يؤله وأن يخص وحده بالذل والخضوع والانكسار. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു അവനാണ് ഔസാഫുൽ ജലാൽ, അവന് മഹത്വത്തിൻ്റെ വിശേഷണങ്ങളുണ്ട്. വൽ കമാൽ, പരിപൂർണതയുടെ വിശേഷണങ്ങളുണ്ട്. വൽ അദമ, അങ്ങേറ്റത്തെ ഗാംഭീര്യമുള്ളവനാണ് അവൻ. അല്ലത്തി ഇസ്തഹഖ ലിഅജ്ലിഹ അൻ യുഅല്ലഹ, ഈ വിശേഷണങ്ങൾ ഉള്ളത് കാരണത്താൽ അവനാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. അള്ളാഹ് എന്ന പേര് നിന്റെ ഹൃദയത്തിൽ ഒരേ സമയം അള്ളാഹുവിൻ്റെ ഭംഗിയും അവൻ്റെ മഹത്വവും അവൻ്റെ മനോഹാരിതയും അവൻ്റെ പൂർണ്ണതയും അവൻ്റെ ഗാംഭീര്യവും അവൻ്റെ പ്രതാപവും ഒരുപോലെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട നാമമാണത്. അള്ളാഹുവിനെ എത്രമാത്രം അറിയുന്നോ അത്രമാത്രം ഈ പേര് നിന്റെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കും. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തെ അത് പ്രകമ്പനം കൊള്ളിക്കും. എപ്പോൾ? ഈ പേര് നീ പഠിച്ചു തുടങ്ങിയാൽ, ആരാണ് അള്ളാഹു എന്ന് നീ മനസ്സിലാക്കിയാൽ ഈ നാമം നിന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും.